കാലത്ത് സുഹൃത്തുക്കളായിരുന്ന രണ്ട് രാജ്യങ്ങൾ ഇന്ന് തുറന്ന ഏറ്റുമുട്ടലിന്റെ വക്കിലാണ്. ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ആഘാതം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള രീതിയിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിലെ താലിബാനും തമ്മിലുള്ള ബന്ധം വഷളാകുകയാണ്. താലിബാൻ അധികാരത്തിലെത്തിയപ്പോൾ ആഘോഷിച്ച പാകിസ്ഥാൻ ഇന്ന് അതേ ശക്തിയോട് നേരിട്ട് ഏറ്റുമുട്ടേണ്ട സാഹചര്യമാണ് നേരിടുന്നത്. ഒരിക്കൽ തന്ത്രപരമായ കൂട്ടുകെട്ടായിരുന്ന ബന്ധം എങ്ങനെ ശത്രുതയിലേക്ക് വഴിമാറി? പ്രദേശത്തെ സുരക്ഷയ്ക്കും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിനും വലിയ വെല്ലുവിളിയായി മാറുന്ന ഈ സംഘർഷത്തിന്റെ പിന്നാമ്പുറമാണ് ഇനി പരിശോധിക്കേണ്ടത്. പതിറ്റാണ്ടുകളോളം താലിബാന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന പാകിസ്ഥാൻ ഇന്ന് അവരുടെ ബദ്ധശത്രുവായി മാറിയിരിക്കുകയാണ്. 2021 താലിബാൻ കാബൂളിൽ അധികാരം പിടിച്ചപ്പോൾ അഫ്ഗാനികൾ അടിമത്തത്തിന്റെ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞു എന്ന് ആവേശത്തോടെ പ്രസംഗിച്ച അന്നത്തെ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ വാക്കുകൾ ഇന്ന് പാകിസ്ഥാന് തിരിച്ചടിയാവുകയാണ്. തിങ്കളാഴ്ച രാത്രി കാബൂളിലെ ആശുപത്രിക്ക് നേരെ പാകിസ്ഥാൻ നടത്തിയ ബോംബാക്രമണത്തിൽ 400 പേർ കൊല്ലപ്പെട്ടതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തുറന്ന യുദ്ധമായി മാറിയെന്ന് പാക് പ്രതിരോധ മന്ത്രി തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഒരു കാലത്ത് ഇന്ത്യക്കെതിരെ തന്ത്രപരമായ മുൻതൂക്കം ലഭിക്കാൻ താലിബാനെ പാലൂട്ടി വളർത്തിയ പാകിസ്ഥാൻ ഇന്ന് അവർക്കെതിരെ തിരിഞ്ഞതിന് പിന്നിൽ കൃത്യമായ കാരണങ്ങളുണ്ട്. താലിബാൻ അധികാരത്തിൽ വന്നാൽ തങ്ങൾ പറയുന്നത് കേൾക്കുമെന്ന് പാകിസ്ഥാൻ കരുതി. എന്നാൽ പാകിസ്ഥാനിൽ വിനാശം വിതയ്ക്കുന്ന തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ എന്ന സംഘടനയ്ക്ക് അഫ്ഗാൻ താലിബാൻ താവളമൊരുക്കുന്നതാണ് പാകിസ്ഥാനെ ചൊടിപ്പിച്ചത്. 2022 മുതൽ പാകിസ്ഥാനിൽ TTP നടത്തുന്ന സ്ഫോടനങ്ങളും ആക്രമണങ്ങളും വർദ്ധിച്ചു വരികയാണ്. തങ്ങളുടെ മണ്ണിൽ രക്തം ചിന്തുന്ന ഭീകരർക്ക് അഫ്ഗാനിസ്ഥാനിൽ സുരക്ഷിത താവളം ലഭിക്കുന്നുവെന്ന അപ്രതീക്ഷിത സത്യം പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കി. കൂടാതെ ബലൂചിസ്ഥാനിലെ വിഘടനവാദികൾക്കും അഫ്ഗാനിസ്ഥാൻ സഹായം നൽകുന്നതായി പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ട്. എന്നാൽ പാകിസ്ഥാൻ തങ്ങളുടെ ശത്രുവായ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർക്ക് അഭയം നൽകുന്നുവെന്നാണ് അഫ്ഗാൻ താലിബാന്റെ പ്രത്യാരോപണം. സൈനിക ശേഷി പരിശോധിച്ചാൽ 6 ലക്ഷത്തിലധികം സൈനികരും 400-ലധികം യുദ്ധവിമാനങ്ങളുമുള്ള പാകിസ്ഥാനെതിരെ താലിബാന്റെ പക്കൽ കാര്യമായ വ്യോമസേനയോ അത്യാധുനിക ആയുധങ്ങളോ ഇല്ല. എന്നിരുന്നാലും അതിർത്തിയിലെ ഗറില്ല ആക്രമണങ്ങളിലൂടെ പാക് സൈന്യത്തിന് കനത്ത ആൾനാശം വരുത്താൻ താലിബാൻ കഴിഞ്ഞ ഒക്ടോബർ മുതൽ ശ്രമിക്കുന്നുമുണ്ട്. ചൈനയും സൗദി അറേബ്യയും ഇടപെട്ട് മുൻപ് വെടിനിർത്തൽ ഉണ്ടാക്കിയെങ്കിലും മേഖലയിലെ US, ഇസ്രയേൽ, ഇറാൻ സംഘർഷങ്ങൾക്കിടയിൽ പാക് അഫ്ഗാൻ ബന്ധം വീണ്ടും വഷളാവുകയായിരുന്നു. സ്വന്തം സൃഷ്ടിയായ താലിബാൻ തന്നെ പാകിസ്ഥാന്റെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ കാണുന്നത്.